എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരുപാട് ആളുകൾക്ക് ഉള്ളൊരു ആഗ്രഹമാണ് നമ്മുടെ വീട്ടിലിരുന്നിട്ട് ഓൺലൈനായിട്ട് ഡ്രസ് ബിസിനസ് ചെയ്യുക, അതല്ലെങ്കിൽ ജ്വല്ലറി ബിസിനസ് ചെയ്തിട്ട് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത്. കുറച്ച് പേരൊക്കെ അതിന് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം കുറച്ച് പർച്ചേസൊക്കെ ചെയ്ത് സെയിൽ ചെയ്യാനൊക്കെ നോക്കിയവരുണ്ട്. ചില ആൾക്കാരാണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നറിയാത്തതുകൊണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നവരുണ്ട്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവുമോ, എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യണം എന്നൊന്നും അറിയാത്ത ആൾക്കാർ. അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടർക്കും വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ. അതായത് ബിസിനസ് തുടങ്ങി പക്ഷെ സെയിലില്ല, എന്ത് ചെയ്യും? ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല എങ്കിൽ വിഷമിക്കേണ്ട. ഈ വീഡിയോയിൽ നിങ്ങൾക്കുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി 2 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫെയിൽഡാണ് ആയത്. പക്ഷെ ഞാൻ ഇപ്പോഴും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ആദ്യം ചെയ്തപ്പോൾ എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന മിസ്റ്റേക്സുകൾ, അബദ്ധങ്ങൾ, കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ ഇനി റിപ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ രണ്ടാമത് തുടങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയി. കാരണം ആദ്യം പറ്റിയിട്ടുള്ള മിസ്റ്റേക്സ് ഞാൻ തിരുത്താൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തിട്ടുള്ളൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചു എനിക്കിഷ്ടമുള്ളതാണ് ബാക്കി എല്ലാവർക്കും ഇഷ്ടമാവാന്ന്. പക്ഷെ അങ്ങനെയല്ല, ഓരോരോ ആൾക്കാർക്കും ഓരോരോ ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാവരെയും കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ കുർത്തീസാണ് എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് കുർത്തീസും കുറേശ്ശെ എടുക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതിനാണ് കൂടുതൽ മൂവ്മെൻറ്റ് എന്നുള്ളത്. ഓർണമെൻറ്റ്സ് ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഡിഫറെൻ്റ് ആയിട്ട് എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുക്കരുത്. അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, ആദ്യം തന്നെ വലിയൊരു എമൗണ്ട് കൊണ്ട് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത്. ചെറിയ എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നവരും ചെയ്തവരും എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സെയിൽസ്. എങ്ങനെ സെയിൽസ് കൊണ്ടുവരും? അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് നമ്മൾ നന്നായിട്ട് സെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സെയിൽ ചെയ്യുമ്പോൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യും, യൂട്യൂബ് യൂസ് ചെയ്യും, ഫേസ്ബുക്ക് ഉണ്ട്. ഫേസ്ബുക്കിൽ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ സെയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുമ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാതെ നമുക്ക് വ്യൂസ് കിട്ടുന്നുണ്ടോ അതൊന്നും നോക്കാതെ, മൈൻഡിൽ ചെയ്യാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ 10 ഡ്രസ്സേ ഉള്ളൂ, പക്ഷേ എന്ത് ചെയ്യും? 10 വീഡിയോസ് അല്ലേ ഇടാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, കുറേ ടൈപ്പ് വീഡിയോസ് നമുക്കിതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള സെയിൽ നടക്കുന്നതാണ്. ആദ്യം തന്നെ നല്ല രീതിയിൽ പോകുന്നതാണ് നമ്മുടെ ബിസിനസ്. അപ്പം നമ്മൾ ഓൾറെഡി ഈ ഒരു കടമ്പയൊക്കെ കടന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഓൾറെഡി മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഇപ്പം നല്ല എക്സ്പേർട്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് ബിസിനസ് ചെയ്താലും വിജയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ചേർന്നിട്ട് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ജ്വല്ലറി ആയിക്കഴിഞ്ഞാലും ഡ്രസ്സ് ആയിക്കഴിഞ്ഞാലും ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിനിങ് കൂടി കൊടുക്കുന്നുണ്ട്. അതായത് ഒരുപാട് പേർക്ക് മാർക്കറ്റിംഗ് അറിയില്ല, പ്രോപ്പറായിട്ട് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്കുള്ള പ്രോപ്പർ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് ക്ലാസ് മാത്രമല്ല, ഡ്രസ് ജ്വല്ലറി ബിസിനസ്സിൻ്റെ ഫുൾ ട്രെയിനിങ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഡ്രസ്സ് ഹോൾസെയിലായിട്ട് എടുക്കാനും നമ്മൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. അതിന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ഒന്നും അല്ല കേട്ടോ. നമുക്ക് ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ നമ്മുടെ ഹോൾസെയിൽ പ്രൊഡക്ട്സ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഒരു സെറ്റാണെങ്കിൽ പോലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല, ജ്വല്ലറി ആണെങ്കിൽ നമ്മൾ ഹോൾസെയിലായിട്ടാണ് എടുത്ത് കൊടുക്കുന്നത്. മിനിമം പർച്ചേസൊക്കെ ഉണ്ട്. ജ്വല്ലറി നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ട്രെയിനിങ് എടുത്ത ആൾക്കാർക്കാണ് കേട്ടോ. നമ്മൾ ട്രെയിനിങ് റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ലൈവ് ഉണ്ട്. നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാം. നിങ്ങളുടെ ഡൗട്ട് അപ്പം തന്നെ നമ്മളോട് ചോദിക്കുകയും ചെയ്യാം, ഡയറക്റ്റായിട്ട് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിനൊക്കെ ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ട്രെയിനിങ് എടുത്ത ആൾക്കാർക്ക് ഫ്രീ പ്രൊമോഷനും കൂടെ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി നിങ്ങളുടെ ബിസിനസ് ആദ്യം തന്നെ ഒത്തിരി പേരിലോട്ട് എത്തും. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. പിന്നെ ബിസിനസ്സിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.